പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഓഗസ്റ്റ് 24 തിങ്കളാഴ്ച. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 16-ാമത്തെ വാക്യം. 7-ാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളമൂതിയപ്പോൾ യോശുവ ജനത്തോട് പറഞ്ഞതെന്തെന്നാൽ, ആർപ്പിടുവിൻ, യഹോവ പട്ടണം നിങ്ങൾക്ക് തന്നിരിക്കും. നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രാർത്ഥിച്ചിട്ടും ഇന്നും വീഴാതെ നിൽക്കുന്ന ഒരു മതിലുണ്ട്. ഒരു പ്രശ്നം, ഒരു ഭയം, ഒരു ബന്ധത്തിലെ വേദന, ഒരു പരാജയം, അല്ലെങ്കിൽ ഇത് ഇനി ഒരിക്കലും മാറില്ല എന്ന് നാം കരുതുന്ന ഒരു സാഹചര്യം. ഇന്നത്തെ വചനം നമ്മോട് ശക്തമായ ഒരു സത്യം പറയുന്നു. 7-ാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളമൂതിയപ്പോൾ യോശുവ ജനത്തോട് ആർത്തു വിളിപ്പിൻ, യഹോവ നിങ്ങൾക്ക് നഗരം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മതിൽ വീണതിന് ശേഷമല്ല അവർ ആർത്തു വിളിച്ചത്. മതിൽ വീഴുന്നതിന് മുൻപാണ് അവർ ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് ആർത്ത് വിളിച്ചത്. ഇതാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. കാണുന്നതിന്റെ അടിസ്ഥാനത്തിലല്ല, ദൈവം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുമ്പോഴാണ് വിശ്വാസം യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത്. ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ യെരിഹോയുടെ വലിയ മതിൽ ഉണ്ടായിരുന്നു. മനുഷ്യശക്തി കൊണ്ട് എളുപ്പത്തിൽ തകർക്കാൻ കഴിയാത്ത ഒരു കോട്ടയായിരുന്നു അത്. പക്ഷെ ദൈവം അവരോടൊരു വിചിത്രമായ വഴി പറയുന്നു. മതിലിനെ ചുറ്റുക, കാത്തിരിക്കുക, വീണ്ടും ചുറ്റുക, വീണ്ടും കാത്തിരിക്കുക, അവസാനം ആർത്ത് വിളിക്കുക. അവരുടെ കയ്യിൽ മതിൽ തകർക്കാനുള്ള ആയുധമല്ല ഉണ്ടായിരുന്നത്, അവരുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വാഗ്ദാനമാണ് ഉണ്ടായിരുന്നത്. 7-ാം പ്രാവശ്യം അവർ കാഹളം കേട്ടപ്പോൾ യോശുവ പറയുന്നു, ആർത്തു വിളിപ്പിൻ, യഹോവ നിങ്ങൾക്ക് നഗരം തന്നിരിക്കും. അപ്പോൾ അവർ ആർത്തു വിളിച്ചു, മതിൽ വീണു. ഇവിടെ അത്ഭുതം എന്നത് അവരുടെ ശബ്ദത്തിൽ ആയിരുന്നില്ല, അവരുടെ ശബ്ദത്തിന് പിന്നിലെ ദൈവത്തിലുള്ളതായ വിശ്വാസത്തിൽ ആയിരുന്നു. നമ്മുടെ ജീവിതത്തിലും ചില യെരിഹോ മതിലുകൾ ഉണ്ടാകാം. നാം പല ദിവസമായി പ്രാർത്ഥിക്കുന്ന കാര്യം, വർഷങ്ങളായി മാറാത്ത ഒരു സാഹചര്യം, നമ്മുടെ കഴിവുകൾക്കപ്പുറമുള്ള ഒരു പ്രശ്നം, നമ്മുടെ മനസ്സിൽ തന്നെ ഉയർന്നിരിക്കുന്ന ഒരു മതിൽ. അപ്പോൾ നമുക്ക് തോന്നും, ഇനി എന്ത് ചെയ്യാൻ കഴിയും? ഇന്നത്തെ വചനം പറയുന്നു, നീ മതിൽ നോക്കി നിൽക്കേണ്ടതില്ല, മതിലിന് മുമ്പിൽ നിൽക്കുന്ന ദൈവത്തെ നോക്കുക. വിശുദ്ധ വേദപുസ്തകത്തിൽ നാം കാണുന്നുണ്ട്, ദാവീദിന്റെ മുമ്പിൽ ഗോലിയാത്ത് നിന്നപ്പോൾ മനുഷ്യന്റെ കണ്ണിൽ ഗോലിയാത്തായിരുന്നു വലിയത്, പക്ഷെ ദാവീദിന്റെ കണ്ണിൽ ദൈവമായിരുന്നു വലിയവൻ. അതുകൊണ്ടാണ് ദാവീദ് മതില് പോലെ തോന്നിയ പ്രശ്നത്തെ കണ്ടിട്ടും പിന്മാറാതെയിരുന്നത്. അതുപോലെ യെരിഹോവിന്റെ മതിൽ ഇസ്രായേലിന് വലിയതായിരുന്നു, പക്ഷേ അവരുടെ ദൈവം അതിലും വലിയവനായിരുന്നു. ഇതാണ് നമ്മുടെ ജീവിതത്തിലുള്ളതായ സന്ദേശം. പ്രശ്നം വലുതാകാം, പക്ഷെ ദൈവം അതിലും വലിയവനാണ്. ഒന്ന് ഹൃദയത്തോട് ചോദിക്കാം, ഞാൻ ഇന്ന് എൻ്റെ പ്രശ്നത്തിന്റെ വലിപ്പമാണോ നോക്കുന്നത്, അതോ എൻ്റെ ദൈവത്തിന്റെ ശക്തിയാണോ കാണുന്നത്? ഇത് നാം എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? നമ്മുടെ ജീവിതത്തിലെ യെരിഹോ മതിൽ ദൈവത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക. അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ഭയപ്പെടുന്നതിന് പകരം ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. മതിൽ ഉടൽ വീഴുന്നില്ലെങ്കിലും വിശ്വാസം ഉപേക്ഷിക്കരുത്. ഒരിക്കൽ ചുറ്റി ഫലം കാണാത്തത് കൊണ്ട് നിർത്തരുത്. 2-ാം പ്രാവശ്യം ഫലം കാണാത്തത് കൊണ്ട് നിർത്തരുത്. 6-ാം പ്രാവശ്യം പോലും ഒന്നും മാറാത്തത് പോലെ തോന്നിയാലും നിർത്തരുത്. ദൈവം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുക. കാരണം യെരിഹോവിന്റെ മതിൽ വീണത് അവർ ശക്തരായതുകൊണ്ടല്ല, ദൈവം വിശ്വസ്തനായതുകൊണ്ടാണ്. ഇന്ന് ഈ വാക്ക് ഓർക്കുക. മതിൽ എത്ര ഉയരമുള്ളതാണ് എന്നതല്ല പ്രധാനം, മതിലിനേക്കാൾ വലിയ ദൈവം എൻ്റെ കൂടെയുണ്ടോ എന്നതാണ് പ്രധാനം. അതുകൊണ്ട് ഇന്ന് ഭയത്തോടെയല്ല, വിശ്വാസത്തോടെ മുൻപോട്ട് നമുക്ക് പോകാം. നമ്മുടെ കണ്ണുകൾ മതിലിൽ നിന്ന് മാറ്റി ദൈവത്തിലേക്ക് ഉയർത്താം. മതിൽ നിലനിൽക്കുന്നത് കണ്ടിട്ട് വിശ്വാസം ഉപേക്ഷിക്കരുത്. ദൈവം പറഞ്ഞത് വിശ്വസിച്ച് മുന്നോട്ട് പോകുക. പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ
വീഴാത്തതുപോലെ തോന്നുന്ന എല്ലാ മതിലുകളും അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കും. ഞങ്ങളുടെ കണ്ണുകൾ പ്രശ്നങ്ങളിലല്ല, അങ്ങയിലായിരിക്കുവാൻ കൃപ തരണമേ. കാത്തിരിക്കേണ്ടി വന്നാലും വിശ്വാസം നഷ്ടപ്പെടാതെ ഇരിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഇന്ന് അങ്ങയുടെ വചനത്തിൽ വിശ്വസിച്ച് ഒരു പടി മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ മുമ്പിലെ വഴികൾ തുറക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.